1957 EMS മന്ത്രിസഭയുടെ കാലത്ത് നിർമ്മിച്ച കൂവോട് പത്തായച്ചിറ അണക്കെട്ടിന് പകരം ഗതാഗത സൗകര്യത്തോടെ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിന്റെ പ്രവൃത്തി ആരംഭിച്ചു. പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇതോടെ സഫലമാകുന്നത്. കൂവോട് കീഴാറ്റൂർ കുറ്റിക്കോൽ പ്രദേശത്തെ കൃഷി സംരക്ഷിക്കുന്നതിനും നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് EMSന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ കൂവോട് പത്തായച്ചിറയിൽ 1957 അണക്കെട്ട് നിർമ്മിച്ചത്. അന്നത്തെ ജലസേചനം നിയമം ജയിൽ മന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യരായിരുന്നു അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് ഇങ്ങോട്ട് 65 വർഷത്തിനിടയിൽ ഇറിഗേഷൻ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ടും ഉപയോഗിച്ച് പലതവണ നവീകരണ പ്രവൃത്തികൾ നടത്തിയിരുന്നു. അണക്കെട്ട് കാലപ്പഴക്കത്താൽ തകർന്നതിനാൽ ഉപ്പുവെള്ളം തടയുന്നതിനു വേണ്ടി നാട്ടുകാരുടെ ജനകീയ കമ്മിറ്റികൾ എല്ലാ വർഷവും മരപ്പലക നിരത്തി മണ്ണ് നിറച്ച് തടയണ നിർമ്മിച്ചാണ് ഉപ്പുവെള്ളം തടഞ്ഞിരുന്നത്. കാലപ്പഴക്കം ചെന്ന അണക്കെട്ട് അറ്റകുറ്റപ്പണികൾ കൊണ്ട് മാത്രം നിലനിർത്താനാകാത്ത സാഹചര്യത്തിൽ ഇവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനങ്ങളുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെട്ട് MV ഗോവിന്ദൻ MLA പത്തായച്ചിറ അണക്കെട്ട് സന്ദർശിച്ചിരുന്നു. തുടർന്ന് ഇവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക പഠനം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. പത്തായച്ചിറയിൽ ഗതാഗത സൗകര്യത്തോടെ പുതിയ അണക്കെട്ട് നിർമ്മാണം ഏപ്രിലോടുകൂടി പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ടി ബാലകൃഷ്ണൻ പറഞ്ഞു. കാലപ്പഴക്കത്താൽ പത്തായച്ചിറ അണക്കെട്ട് ശോചനീയമാവുകയും ദീർഘകാലമായി പൊതുപ്രസ്ഥാനവും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളുമാകെ അണക്കെട്ട് പുതുക്കി പണിയണം എന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായിട്ടുള്ള തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ മാസ്റ്റർ മുൻകൈയെടുത്തുകൊണ്ട് പത്തായച്ചിറ അണക്കെട്ട് പുതുക്കി പണിയുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കുകയും പ്രവൃത്തി ടെൻഡർ ചെയ്യുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയോടുകൂടി ഇപ്പോൾ പ്രവൃത്തി നടന്നു വരികയുമാണ്. പ്രവൃത്തി ആരംഭിച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പണി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പണി ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.